നമസ്കാരം. പാലക്കാട് CPM-ന്റെ ഏകാധിപതിയായി വാണിരുന്ന PK ശശിയെ CPM-ൽ നിന്ന് ഒടുവിൽ വെട്ടിനിരത്തി. ഒരർത്ഥത്തിൽ ശശിയെ പടിയടച്ച പിണ്ടം വച്ചു. പാർട്ടി സമ്മേളനങ്ങൾ അടുത്തിരിക്കെ തിരക്കിട്ട് എടുത്തതാണ് ഈ നടപടി. ഇനി ശശി തല പൊന്തിക്കരുതെന്ന കണക്കുകൂട്ടലോടെയായിരുന്നു CPM നീക്കം. നിർണായക സ്ഥാനങ്ങളിലേക്ക് ശശി ഇനി തിരികെ എത്താനുള്ള എല്ലാ പഴുതുകളും അടച്ച് താഴിട്ടാണ് ശശിയെ CPM പൂട്ടിയിരിക്കുന്നത്. പിണറായിയുടെ തീരുമാനവും MV ഗോവിന്ദന്റെ ബുദ്ധിയുമാണ് ഇവിടെ നടപ്പാക്കപ്പെട്ടത്. എന്തെന്നാൽ ശശിയുടെ തല ഇനി പൊന്തരുത്. അച്ചടക്ക നടപടിയാണെങ്കിലും സത്യത്തിൽ ശശി ഇനി തല പൊന്തിക്കില്ല. പാർട്ടി സമ്മേളനങ്ങൾ അടുത്തിരിക്കെ തിരക്കിട്ട് ഇത്തരമൊരു നടപടിയെടുത്തത് പാർട്ടി ജില്ലാ നേതൃത്വം ഒറ്റയ്ക്കല്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിലായിരുന്നു. ഗതികെട്ട അവസ്ഥയിലാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. MV ഗോവിന്ദൻ കൂടി നേരിട്ട് പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടപടിയെടുത്തതിന് പിന്നിൽ അളന്നുകുറിച്ചുള്ള നീക്കമായിരുന്നെന്നും പറയണം. സംസ്ഥാന കമ്മിറ്റിയുടെ പിന്തുണയോടെയും അറിവോടെയുമായിരുന്നു ഇത്. പാലക്കാട്ടെ പ്രധാന നേതാക്കളിൽ ഒരാളായ PK ശശിയെ CPM-ൽ നിന്ന് വെട്ടിനിരത്തിയത് തുടർന്നുള്ള എല്ലാ സാധ്യതകളും പൂർണ്ണമായും അടച്ചുകെട്ടിയാണ്. ശശി നിർണായക സ്ഥാനങ്ങളിലേക്ക് തിരികെ എത്താനുള്ള എല്ലാ പഴുതുകളുമാണ് CPM അടച്ചിരിക്കുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ അടുത്തിരിക്കെ തിരക്കിട്ട ഒരു പ്രധാന നേതാവിനെതിരെ നടപടിയെടുക്കുന്ന രീതി CPM-ൽ പതിവില്ലാത്തതാണ്. എന്നാൽ ശശിക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നേരിട്ട് പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടപടിയെടുത്തതിന് പിന്നിൽ ചില വലിയ കണക്കുകൂട്ടലുകളുണ്ട്. കഴിഞ്ഞ 6 വർഷത്തിനിടെ 3 അച്ചടക്ക നടപടികൾ നേരിട്ട പാലക്കാട്ടെ ശശി പാർട്ടിയിലെ ഉപരി കമ്മിറ്റികളിലേക്ക് ഔദ്യോഗിക പാനലിനെതിരെ വിമതനായി മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതടക്കുക എന്നതാണ് അച്ചടക്ക നടപടിയിലൂടെ ശശി വിരുദ്ധർ ചെയ്തിരിക്കുന്നത്. പാർട്ടി നടപടികൾ നേരിടുന്നവർ തൊട്ടടുത്ത സമ്മേളനങ്ങളിൽ മത്സരിക്കേണ്ടെന്ന് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ എടുത്ത തീരുമാനത്തിന്റെ കൃത്യമായ പ്രയോഗമാണ് ശശിയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. ശശി നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ജില്ലയിൽ നിർണായക സ്വാധീനമുള്ള ശശി പാർട്ടിയിലെ ഉപരി കമ്മിറ്റികളിലേക്ക് ഔദ്യോഗിക പാനലിനെതിരെ വിമതനായി ഇനി മത്സരിക്കാനുള്ള സാധ്യത കൂടി അടക്കപ്പെട്ടിരിക്കുകയാണ്. PK ശശിക്ക് നേരത്തെ CPM സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പിന്തുണ ഇപ്പോഴില്ല. DYFI വനിതാ നേതാവിനെ പീഡിപ്പിക്കാൻ നടത്തിയ ശ്രമമാണ് ആ തായ്വേരർത്തത്. DYFI പ്രവർത്തകയുടെ പരാതിയെ തുടർന്ന് 6 മാസത്തേക്ക് സസ്പെൻഷനിലായിരുന്നു ശശി. തീവ്രത കുറഞ്ഞ പീഡനം നടത്താൻ കഴിവുള്ളയാളാണ് ശശി. ഈ ന്യായീകരണം പറഞ്ഞാണ് DYFI പ്രവർത്തകയുടെ പരാതി മുതിർന്ന നേതാക്കളായ AK ബാലനും PK ശ്രീമതിയും ചേർന്ന് അന്വേഷണ കമ്മീഷന്റെ പേരിൽ ഒതുക്കി തീർത്തത്. ഈ കൊട്ടേഷനിൽ വലിയ തുകയാണ് ശശിക്ക് ചെലവാകുന്നത്. സസ്പെൻഷൻ കാലാവധിക്ക് ശേഷം ജില്ലാ കമ്മിറ്റിയിലും തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിലും ശശി തിരികെ എത്തുന്നതും ഈ കൊട്ടേഷൻ ഇടപാടിലായിരുന്നു. PK ശ്രീമതിയുടെ പൂർണ്ണ പിന്തുണയും സഹായവുമാണ് അന്ന് ശശിയുടെ മേൽ ചൊരിയപ്പെട്ടത്. ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉയർന്നപ്പോൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് ശശിയെ പിന്നെ തരം താഴ്ത്തി. ഇതിനിടയിൽ KTDC ചെയർമാൻ സ്ഥാനം ശശിയെ തേടിയെത്തി. ശശിക്കെതിരെയുള്ള പരാതിയിൽ നിയുക്തരായ അന്വേഷണ കമ്മീഷൻ അംഗങ്ങൾ തലമറന്ന് എണ്ണയും തേച്ച് ശശിയെ അപ്പോഴേക്ക് സഹായിക്കുകയാണ് ഉണ്ടായത്. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ അന്വേഷിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പുത്തലത്ത് ദിനേശനും ആനാവൂർ നാഗപ്പനും അടങ്ങുന്ന സമിതിയായിരുന്നു. ഈ സമിതിയുടെ റിപ്പോർട്ടാണ് ശശിയെ ശശിയാക്കുന്നത്. ഈ അവസരം മുതലാക്കി ശശിയെ പൂർണ്ണമായി വെട്ടിനിർത്താൻ കിട്ടിയ പഴുത് ഇപ്പോഴത്തെ ജില്ലാ നേതൃത്വം കൂടി ഉപയോഗപ്പെടുത്തി. CPM-ന്റെ ഈ കടുത്ത നടപടി പാലക്കാട്ടെ ശശി അനുകൂലികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. CITU ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശശിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനം നടന്നു വന്നിരുന്നത്. ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയതോടെ പ്രവർത്തിക്കേണ്ട ബ്രാഞ്ച് കമ്മിറ്റി ശശിക്ക് വീടുള്ള ശ്രീകൃഷ്ണപുരം മേഖലയിലേക്ക് മാറും. ഇതോടെ മണ്ണാർക്കാട് ശശിയുടെ നിയന്ത്രണത്തിൽ നിന്നും മാറ്റാനാണ് ജില്ലാ നേതൃത്വം നോക്കുന്നത്. ഇതിനുള്ള നടപടിയുടെ ഭാഗമായാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM ശശിക്ക് ഏരിയ കമ്മിറ്റിയുടെ ചുമതല ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ജില്ലയിൽ ശക്തമായ സ്വാധീനവും അണികളുടെ പിന്തുണയുമുള്ള ശശിയുടെ തുടർ നീക്കം എന്താകുമെന്നതിൽ പാർട്ടിക്കുള്ളിൽ ചില ആശങ്കകളുണ്ട്. അതിനാൽ ശശിയുടെ തുടർന്നുള്ള നീക്കങ്ങൾ CPM സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. നന്ദി.